പരിചയപ്പെടുത്തി. പേര് വിജയൻ, കോഴിക്കോട് ജില്ലയില് ഉള്ളേരി സ്വദേശിയാണ്. ഈ ടെക്നോളജി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. ഏറ്റവും പുതിയ ടെക്നോളജികൾ, മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജികൾ, ഇപ്പൊ കഴിഞ്ഞ ഒരു 10 അല്ലെങ്കിൽ 15 വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ പലതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിൽ പലതും നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് ആയിട്ട്, ഉപകരണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ എല്ലാ ടെക്നോളജികളും, നമ്മൾ ഉപയോഗിക്കുന്ന ആ ടെക്നോളജികളെല്ലാം തന്നെ നമ്മളെ ജീവിതത്തിൽ എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. നമ്മളെ ചെലവുകളാണ്. ഉദാഹരണത്തിന് ഇപ്പൊ TV ആണെങ്കിൽ ഇപ്പൊ ഗൂഗിൾ TVയോ അതിന്റെ അപ്പുറത്തുള്ള ഒരുപാട് തരത്തിലുള്ള ടെക്നോളജി വന്നിട്ടുള്ള TVകളുണ്ട്. അതേപോലെ വാഷിംഗ് മെഷീനുകൾ ഒരു ടെക്നോളജിയാണ്. ഇങ്ങനെയുള്ള ഓരോ എക്യുപ്മെന്റ്സും നമുക്ക് തരുന്നത് എന്താണ്? വരവല്ല, നമുക്ക് തരുന്നത് ചെലവാണ്. എന്നാൽ വരവിന് എന്ത് ടെക്നോളജിയാണ് ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്? പുതിയ ടെക്നോളജികൾ ഈ നമുക്കിപ്പോ ഒരു കച്ചവട രീതിക്കാണ്. കച്ചവട രീതിയിൽ ബിസിനസ് ആണല്ലോ, കച്ചവടമാണല്ലോ ഏറ്റവും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് ബിസിനസ് ആണ്. അപ്പൊ ബിസിനസ്സില് അല്ലെ കച്ചവടത്തില് എന്ത് ടെക്നോളജിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്? പൊതുവെ കോമൺ ആയിട്ട് ആര് അപ്ലൈ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ മാർക്കറ്റിംഗ് മേഖലയിൽ പലതരത്തിലുള്ള ടെക്നോളജികൾ ഉണ്ട്. നമുക്കറിയാം, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, കൂടുതൽ ഭൂരിഭാഗം ആളുകൾ പർച്ചേസ് ചെയ്യുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് മേഖലയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതൊരു ടെക്നോളജിയാണ്. ഏറ്റവും പുതിയ ഒരു സാങ്കേതികമായിട്ടുള്ള സംവിധാനമാണത്. അതേപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് കച്ചവടം നടത്താം. നിങ്ങൾ ഒരു സ്ഥാപനമായിട്ട്, ഇപ്പൊ ഒരു സ്ഥാപനത്തിന്റെ ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ ഞാനിപ്പോ ചെയ്ത മേഖല ഫർണിച്ചർ ആയതുകൊണ്ട് ഞാൻ അത് പറയാം. നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു ഫർണിച്ചർ, ഒരു കോഴിക്കോടോ എവിടെയെങ്കിലും വലിയൊരു ഫർണിച്ചർ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ പ്രോഡക്റ്റ് എടുത്ത് സ്റ്റോക്ക് ചെയ്യണ്ട, നിങ്ങൾ വിൽക്കണ്ട. നേരെ മറിച്ച് നിങ്ങൾക്ക് അതിന്റെ നിങ്ങളുടെ സൈറ്റ് കൂടെ, നിങ്ങളുടെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നിങ്ങൾക്ക് അതിന്റെ മാർക്കറ്റിംഗ് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ വരുമാനം നേടാൻ സാധിക്കും. ആ ഓർഡറിന്റെ വരുമാനം നിങ്ങൾക്ക് വാങ്ങാം. അതായത് നിങ്ങൾ നേരിട്ട് വിൽക്കുകയും വേണ്ട, നിങ്ങൾ വാങ്ങുകയും വേണ്ട. അവര് കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കോളും, ആ കമ്പനിയിൽ നിന്ന് അവര് വാങ്ങിക്കോളും. പക്ഷെ അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇങ്ങനെയുള്ള ഒരുപാട് മാർക്കറ്റിംഗ് മേഖലകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഏത് സംവിധാനമാണ് നമുക്ക് അപ്ലിക്കബിൾ ആയുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെയാണ് ഇപ്പൊ ആമസോണിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില സാധനങ്ങളൊക്കെ നല്ല ഓഫറിൽ വില കുറച്ച് കിട്ടും. അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ മീഷോ അങ്ങനെ കുറെ ആപ്പുകളുണ്ട്. ഈ ആപ്പ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടും. നമുക്ക് നല്ല സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട്. ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ടാവും. ഏത് സാധനങ്ങളും ആ ചോയ്സ് അനുസരിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട, അവിടെയും നമ്മൾ എക്സ്പെൻസ് ആണല്ലോ. നമുക്ക് വരുമാനത്തിന് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇവിടെയാണ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ ടെക്നോളജി വരുന്നത്. നമുക്ക് ഇന്ത്യ രാജ്യം മുഴുവൻ ഈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി കോടിക്കണക്കിന് രൂപയുടെ സ്റ്റോക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരോ ചെറിയ ടൗണുകളിലും കമ്പനി അതിന്റെ ഷോപ്പുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടത്തേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിന്റെ റിസർച്ച് കമ്പനിയാണ് ചെയ്യുന്നത്. അതിന്റെ പ്രോഡക്റ്റിന്റെ ഷിപ്പിംഗ് കമ്പനിയാണ് ചെയ്യുന്നത്. അതിന്റെ ഓരോ കാര്യങ്ങളും അവിടുന്ന് സെയിൽസ് നടത്താനുള്ള ആളുകളെ കമ്പനി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ നഷ്ടവും ലാഭവും എല്ലാം കമ്പനി ആയിക്കോളും. അതൊന്നും നമ്മൾ നോക്കണ്ട. അതിന്റെ ടെൻഷനും കാര്യങ്ങളും ഒന്നും നമ്മൾ അറിയണ്ട. GST അടയ്ക്കുന്നതടക്കം അവർ കമ്പനി അടയ്ക്കുന്നുണ്ട്. ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്, ആ സെയിൽ ടാക്സ് എല്ലാം കമ്പനി അടയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മളൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മളല്ലേ. പക്ഷെ ഇതെല്ലാം കമ്പനി അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരിട്ട് വാങ്ങി വിൽക്കാതെ തന്നെ നമുക്ക് ഈ രാജ്യത്ത് മുഴുവൻ വിൽക്കാം. നേരിട്ട് വാങ്ങി വിൽക്കാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളെ ലോക്കലിലാണല്ലോ വിൽക്കുന്നത്. പക്ഷെ ഈ രാജ്യത്ത് മുഴുവൻ വിൽപ്പന നടത്താൻ ഉള്ള സംവിധാനങ്ങൾ കമ്പനി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ അരുണാചൽ പ്രദേശിൽ പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്.
അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷമാണ്. അപ്പൊ അവിടെ എനിക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവിടെ നിന്ന് നേപ്പാളിലുള്ള ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല. അരുണാചൽ പ്രദേശിൽ ഞാൻ പോയിട്ടില്ല. അപ്പൊ എനിക്ക് ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഇടയ്ക്കൊക്കെ സെയിൽസ് വരും അവിടുന്ന്. അപ്പൊ ഓർഡർ ബാംഗ്ലൂരിൽ നിന്നാണ് ഓർഡർ ഷിപ്പ് ചെയ്യുന്നത്. അവിടുന്ന് പ്രോഡക്റ്റ് ഓൺലൈൻ വഴി കമ്പനി അവിടെ എത്തിച്ചു കൊടുക്കും. അവിടെ ഡിപ്പോകളില്ല അരുണാചൽ പ്രദേശ്. കാരണം അതൊരു മലയോരമായിട്ടുള്ള ഒരു പ്രത്യേകതരം തണുപ്പ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോ ഈ തരത്തില് ഇന്ത്യ രാജ്യത്ത് എവിടെയും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ രാജ്യത്ത് എല്ലായിടത്തും നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ, ഷോപ്പുകൾ, സംവിധാനങ്ങൾ, ഓൺലൈൻ സംവിധാനങ്ങൾ എല്ലാം കമ്പനിയാണ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ടെക്നോളജി എന്ന് പറയുന്നത് ഏറ്റവും പുതിയ മാർക്കറ്റിംഗിലെ ഏറ്റവും പുതിയ ടെക്നോളജി. അതാണ് ഡയറക്ട് സെല്ലിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഈ ടെക്നോളജിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ. നമുക്ക് പുറത്ത് പറയുന്ന സമയത്തൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഇഷ്യൂ പറഞ്ഞത്. അപ്പോ ഈ തരത്തില് ഏറ്റവും പുതിയ ടെക്നോളജി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഞാൻ അതൊക്കെ പറയാനുള്ള കാരണം എന്താണ്? കാറ് പർച്ചേസ് ചെയ്തതിനെ പറ്റിയാണ്. അപ്പൊ ഇങ്ങനെ എന്റെ ലൈഫിൽ ഞാൻ ഇന്ന് എൻജോയ് ചെയ്ത് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബിസിനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ചാരിതാർത്ഥ്യം, ഇതൊന്നും മറ്റ് ഒരു ബിസിനസ്സിലും എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഒരു മേഖലയിലും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന്റെ കാരണങ്ങള് ഒന്ന്, ഇതില് പണം മാത്രമല്ല വരുന്നത്. അതിന്റെ ഒരു സൈഡ് വേറെ ഉണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പണം വരുന്നതെന്ന് പറഞ്ഞാല്, ഞാൻ അന്ന് ഫർണിച്ചർ മേഖല അവസാനമായിട്ട് ചെയ്ത ഫർണിച്ചർ മേഖല നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഏരിയ പരിധി ഉണ്ടായിരുന്നു. ആ ഏരിയ പരിധിയിൽ ഒരു ഷോപ്പിന്റെ പരിധി എന്ന് പറയുന്നത് നമുക്കറിയാം, മാക്സിമം പോയാൽ ഒരു പഞ്ചായത്തിലുള്ള ഒരു പരിധിയൊക്കെ ഉണ്ടാവും. ആ പരിധിയിലുള്ള സെയിൽസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് അതിനപ്പുറത്ത് രാജ്യത്ത് മുഴുവൻ ബിസിനസ് എവിടെ വേണേലും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായി. ഇനി നാളെ ഇപ്പൊ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കമ്പനി. അപ്പൊ ദുബായിൽ ഈ വർഷം മിക്കവാറും ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാല് അത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഈ ബിസിനസ് വ്യാപിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. എത്ര പേര് നമ്മളെ സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ ആയിട്ട് NRIs ഉണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ. അപ്പൊ അവരെയൊക്കെ നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ? അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങി വെക്കണം. അപ്പോ ഈ തരത്തില് എവിടെ വേണമെങ്കിലും വ്യാപിപ്പിക്കാൻ പറ്റുന്ന ബിസിനസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ മേഖലയിൽ നിന്ന് എനിക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് വരാനുള്ള രീതിയിൽ ഫുൾ ടൈം ആയിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കും? നമ്മളൊരു എംപ്ലോയർ എന്നുള്ള അവസ്ഥയിലേക്ക് മാറില്ലേ ചെയ്യുന്നത്. നമ്മളൊരു എംപ്ലോയർ ആവണമെങ്കിൽ ഒരു 10 പേർക്ക് അല്ലെങ്കിൽ 100 പേർക്ക് തൊഴിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തെല്ലാം ഫെസിലിറ്റീസ് നമുക്ക് അതിൽ വേണം. പക്ഷെ ഇവിടെ അതൊന്നുമില്ലാതെ, ഒരു റിസ്കും എടുക്കാതെ, ഒരു നഷ്ട സാധ്യതയില്ലാതെ നമുക്ക് ഇവിടെ ഒരുപാട് പേർക്ക്, ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലേ നമുക്ക് ഇവിടെ ഉള്ളത്. ഇതാണ് ഇതിന്റെ വലിയൊരു സാധ്യത എന്ന് പറയുന്നത്. അതുപോലെ മറ്റുള്ള കാര്യങ്ങളാണ്, നമുക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുക എന്നുള്ളത്. നമ്മളൊക്കെ പലരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുക എന്നുള്ളത്. എത്ര ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. സത്യത്തിൽ ഈ ഒരു മീറ്റിങ്ങിൽ ഇപ്പൊ ഇരിക്കുന്ന 317 പേരെയും ഞാനിപ്പോ ആദ്യമായിട്ട് കാണല്ലേ. അതില് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണല്ലോ കാണുന്നത്. അപ്പൊ ഇങ്ങനെ എത്ര പേരുമായിട്ട് പരിചയപ്പെട്ടു ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം, എത്ര ആയിരക്കണക്കിന് ആളുകളായിട്ട് പരിചയപ്പെട്ടു. ഇന്നലെ കോഴിക്കോട് നിന്ന് കൂടുതലായിട്ട് സംസാരിച്ചാണ് റഷീദ് സാറിനോടൊക്കെ കൂടുതലായിട്ട് ഇന്നലെ സംസാരിച്ചത്. മീറ്റിംഗ് സെന്ററിൽ വന്ന സമയത്ത് അവിടെ നിന്നാണ് ഉമർ സാറുമായിട്ട് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു സമയം കിട്ടിയത്. അപ്പോ ആ ഒരു വ്യക്തിയെ കുറിച്ചുള്ള എന്റെ റേഞ്ച് മാറി. കുറെ സമയം സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ റേഞ്ച് എനിക്ക് മനസ്സിലായി. ഓരോ വ്യക്തികളെ കുറിച്ചും നമുക്ക് അറിയാനും നമുക്ക് അവരെ പരിചയപ്പെടാനും ഒക്കെ ഉള്ള സാഹചര്യം ഇവിടെ വരികയാണല്ലോ. അങ്ങനെ ഒരുപാട് മോർ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം അല്ലേ അത്.
ഇനി നമ്മുടെ ഹെൽത്തും നമ്മുടെ സൗന്ദര്യവും വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ബിസിനസ്സിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നാലേ ഞാൻ സത്യത്തിൽ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത്. അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുക എങ്ങനെയാണ്? വില കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകളാണ് സെലക്ട് ചെയ്യുക. ഇപ്പൊ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും വില കുറവ് ഏതാന്ന് നോക്കും. അവിടെ എന്ത് ക്വാളിറ്റിനെ കുറിച്ചുള്ള ഒരു ധാരണയൊന്നുമില്ല. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നപ്പോ ഒരുപാട് ക്വാളിറ്റി ഉള്ള ആയുർവേദത്തിലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹെൽത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക. ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാൽ മതി. നമ്മൾ വീട്ടില് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് നേട്ടമാണ്. കാരണം നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന പോക്ക് ഒഴിവായി കിട്ടുകയാണ്. പല അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പല രോഗത്തിനും ഒരു വയറിന് കംപ്ലൈന്റ് വന്നാൽ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വയറിന് പ്രശ്നം വന്നു, ഇൻഫെക്ഷൻ ആയി. ഞാനും എന്റെ കൂടെയുള്ള ആളും ഒരേപോലെ പിറ്റേന്ന് അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും വയറുവേദനയും പ്രശ്നങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോ ലിവാഗൈൻ എന്ന് പറയുന്ന നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അന്ന് കുറഞ്ഞ സമയം കൊണ്ട്, ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാനും അദ്ദേഹത്തിനും. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകള് നമ്മളെ കയ്യില് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഏത് തരത്തിലുള്ള ഹെൽത്ത് പ്രശ്നങ്ങൾക്കും ഉള്ള പ്രോഡക്റ്റുകൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ നമ്മൾ അറിയാതെ നമ്മുടെ സൗന്ദര്യത്തിന് മാറ്റം വരാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകൾ, ഇതെല്ലാം ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ. ഇനി ഇതിന്റെ ഒക്കെ അപ്പുറത്ത് നമുക്ക് ടൈം ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളുകളില്ലേ? പല തിരക്ക് പിടിച്ച ജോലി ചെയ്യുന്ന ആളുകൾ, വലിയ വരുമാനം വാങ്ങുന്ന പല ആൾക്കാരുണ്ട്, ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്കൊക്കെ എവിടെയാണ് ടൈം ഫ്രീഡം ഉണ്ടാവുന്നത്? ടൈം ഫ്രീഡം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനുള്ള സമയം ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ ലീഡറാണ് മുബീൻ മുഹമ്മദ് സാറ്. മുബീൻ മുഹമ്മദ് സാറ് ഇപ്പൊ എവിടെയാണുള്ളത്? അദ്ദേഹം US-ലുള്ളത്. അദ്ദേഹം ഒരുപാട് മാസങ്ങളായിട്ട് US-ൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെയൊക്കെ തലതൊട്ടപ്പനായിട്ട് നമ്മൾ അംഗീകരിക്കുന്ന ആ ഒരു ലീഡർ, അദ്ദേഹത്തിന് ലക്ഷങ്ങൾ വരുമാനം, 50 ലക്ഷം വരെ മാസം വാങ്ങുന്ന, 1 കോടിയൊക്കെ ടച്ച് ചെയ്തിട്ടുള്ള ആളാണ് മാസ വരുമാനമായിട്ട്. ആ ഒരു വ്യക്തി അവിടെ നിന്നുകൊണ്ട് നമ്മളിവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, നമ്മളെ പോലത്തെ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ടീമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ടൈം ഫ്രീഡം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക, ഫുൾ ഒരു ഫ്രീഡം, ടൈം ഫ്രീഡം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹം. ഈ ബെനിഫിറ്റ് ഒക്കെ ഈ ബിസിനസിന്റെ സ്പെഷ്യാലിറ്റിയാണ്. അതേപോലെ തന്നെ ഒരു ബോസ് ഇല്ലാത്ത ഒരു ബിസിനസ്, ഒരു ബോസ് ഇല്ലാത്ത ഒരു ജോലി എന്നുള്ള രീതിയിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ ആരുമില്ല. നമ്മളെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഗൈഡ് ലൈൻസ് തരാനുള്ള ലീഡേഴ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അല്ലാതെ നമ്മളെ ആരും കൺട്രോൾ ചെയ്യുകയും എന്തുകൊണ്ടായി ചെയ്തില്ല എന്ന് ചോദ്യം ചെയ്യാനോ ഒന്നും ഒരു ബോസിന്റെ സ്റ്റൈലില് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരാളും ഇവിടെ ഇല്ല. അപ്പൊ അവിടെയാണ് ആ ഒരു ഫ്രീഡം അല്ലേ, ഫ്രീഡം ഫ്രം ബോസ് എന്ന് പറയുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഈ ബിസിനസ്സിൽ കിട്ടുന്ന പ്രത്യേകതകൾ അതൊക്കെ. ഇങ്ങനെ നിരവധി, ഇനി മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം. എത്ര ആളുകളെ രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആൾക്കാര് ഈ ബിസിനസ്സിലൂടെ എനിക്ക് ഒരുപാട്, എന്റെ അനുഭവത്തിൽ ഒരുപാട് പേർക്ക് ആ അസുഖങ്ങൾ മാറാൻ വേണ്ട സാഹചര്യം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയബറ്റിക് എന്ന് പറയുന്ന, നമ്മൾ ഷുഗർ എന്ന് വിളിക്കുന്ന അസുഖം, അത് ഡോക്ടർമാർ പറയാൻ മാറില്ല എന്നാണ് പറയാം. പക്ഷെ എത്ര പേർക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. സോറിയാസിസ്, മാറാത്ത സോറിയാസിസ്, അലിഞ്ഞു പോയ കാലൊക്കെ വൃത്തികേടായി കിടക്കുന്ന, കണ്ടാൽ അറക്കുന്ന തരത്തിലുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് അതൊക്കെ പൂർണ്ണമായി മാറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പാർക്കിൻസൺസ്, ക്യാൻസർ ഒക്കെ 4ാമത്തെ സ്റ്റേജിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്ര അസുഖങ്ങൾ മാറ്റി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് ബിസിനസിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട്, നമ്മൾ സേവനമായിട്ടല്ല ചെയ്യുന്നത്. നമുക്കൊരു ബിസിനസിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് ഇതിലൂടെ കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങള്, ഒരുപാട് തരത്തിലുള്ള ബെനിഫിറ്റുകള് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ 100% എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ
ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്.